കോൺഗ്രസിൽ നിന്നും ശ്രീ വി ആർ അനൂപ്, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, IT വിദഗ്ധൻ ശ്രീ രജിത് രാമചന്ദ്രൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ഒരു പോർഷൻ്റെ കാർഡുകൾ, അതോടൊപ്പം തന്നെ അമിത്ഷായുമായി ബന്ധപ്പെട്ട് എൻ്റെ ഡിബേറ്റിൻ്റെ കാർഡ് അത് ഒളിച്ചിരിക്കുന്നു എന്നായിരുന്നു ചോദ്യം. ആ കാർഡടക്കമാണ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു പാറ്റേൺ ഉണ്ട്. സർക്കാരുകളെ, കേന്ദ്ര സർക്കാരിനെ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന കാർഡുകൾ ഇങ്ങനെ പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. എന്തായിരിക്കാം അതിന് പിന്നിൽ? അത് കേന്ദ്രമാണ് എങ്കിൽ സംസ്ഥാനത്തിൽ അതിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങളും ചെയ്യാം എന്ന രൂപത്തിൽ നൽകേണ്ട ഒരു നിലപാടാണോ അത്? സ്മൃതി, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ വിമർശനത്തിന് അതീതനാണ് എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രിക്ക് തന്നെ അതില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഞാൻ തന്നെയാണെന്നേ. ഞാൻ പോലും കോൺഗ്രസിൻ്റെ മാധ്യമ പാനലിസ്റ്റായ ഞാൻ പോലും മുഖ്യമന്ത്രിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇപ്പോഴും ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ഭാഗം പറയാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വിമർശനങ്ങളെ ഈ ഗവൺമെൻറ് പോസിറ്റീവായി കാണുന്നത് തന്നെയാണ്. പക്ഷേ വിമർശനങ്ങളായിരിക്കണം. അത് വിമർശനങ്ങളുടെ മിനിമം നിലവാരം പാലിക്കേണ്ടതാണ്. ഇവിടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് ആരെയാ? അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം കാണിക്കാൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നാ. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്നിരിക്കട്ടെ, അത് അദ്ദേഹം ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണോ? ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ നാളെ ഒരു കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് എന്നാണോ? ഇവിടെ പ്രസക്തമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, VD സതീശനുമായി ഇദ്ദേഹത്തിനുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ? ആ കുറ്റകൃത്യത്തിൽ VD സതീശനുമായിട്ടുള്ള ബന്ധം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിൽ നിന്ന് ഒഴിവാകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടും ഇല്ല എന്ന് സുവ്യക്തമാണ്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ സ്ഥാപിച്ച് വരുന്നത് വിമർശനമല്ലെന്നേ. അതിനെ നിങ്ങൾ വിമർശനമായി കാണരുത്. അത് വ്യക്തിപരമായ അധിക്ഷേപമാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഏത് വിമർശനവും വിമർശനം എന്നുള്ള അർത്ഥത്തിൽ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ തനിക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അനൂപ്, എന്റെ വിഷയം മറ്റേയുമായി ബന്ധപ്പെട്ടായിരുന്നു, പക്ഷെ അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ആ കാർഡിലാണല്ലോ തുടക്കം. അല്ല, പറയാം, ആ കാർഡിലാണല്ലോ തുടക്കം. അല്ല, ഒരു മിനിറ്റ് അങ്ങ് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുമ്പോൾ പറയുന്നു തനിക്ക് പരിചയമുണ്ടായിരുന്ന, അടുപ്പമുണ്ടായിരുന്ന ആളാണ്. ആ അടുപ്പം എപ്പോൾ മുതലാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് നവകേരള യാത്രയുടെ സമയത്ത് പോലീസ് നടത്തിയിരിക്കുന്ന അതിക്രമം നമുക്കറിയാവുന്ന പോലെ പല ജില്ലകളിലും അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാരകമായി പരിക്കേറ്റയാളായിരുന്നു ഈ പറയുന്ന വ്യക്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് അയാൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. പക്ഷേ അയാളുടെ പേജ്, ഇപ്പോൾ അയാൾ അറസ്റ്റിലായിരിക്കുന്നു, അയാളുടെ പേജ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന് മുൻപുള്ള കൂടിക്കാഴ്ചകളും അതിൻ്റെ ഡേറ്റും അടക്കമുള്ള വിവരങ്ങൾ അതിലുണ്ട്. അപ്പോൾ എന്തിനാണ് ആ തരത്തിൽ വിശദീകരിക്കപ്പെടുന്നത്? അപ്പോൾ ആ വിശദീകരണം അത് വ്യക്തമാക്കുന്നത് എന്താണ്? അതിനു മുൻപ് തന്നെ ബന്ധമുണ്ട് എന്നാണല്ലോ. അപ്പോൾ എന്തിനാണ് ഒരു തീയതി വെച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത്? സംശയകരമല്ലേ? അല്ല, എന്താണ് സംശയകരമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, അടുപ്പം എന്ന് പറയുന്നതും ഔദ്യോഗികമായ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് വന്നാൽ അത് ഔദ്യോഗികമായ കപ്പാസിറ്റിയാ. ഒരു മിനിറ്റ് ശ്രീ വി ആർ അനൂപ്, ആ കാർഡ് അങ്ങ് പറയുന്നത് ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചു എന്ന രൂപത്തിലാണല്ലോ അങ്ങ് ആ കാർഡുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് CPM ആരോപണമാണ്. DYFയുടെ ആരോപണം ആ ഘട്ടത്തിൽ വന്നിരുന്നു. അവരുടെ ആരോപണം എന്ന രൂപത്തിലാണ് കാർഡ് വാർത്ത പോകുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ പിൻവലിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ? അങ്ങ് പറയുന്ന ഒരു തെറ്റായ വാർത്ത പോയി എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ല എങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണോ? കോൺഗ്രസ് നൽകിയ പരാതിയാണോ? നിങ്ങൾക്ക് റോളുണ്ടോ? ഞാൻ അതിലേക്ക് വരാനുണ്ടായ കാരണം, അങ്ങ് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് വിമർശനവും വ്യക്തിപരമായ ആക്രമണത്തെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അത് രണ്ടായി കാണണമെന്നാണ്. അല്ലാതെ ഇത് ഈ പറയുന്നതിനെ അതിൻ്റെ ഉത്തരം മുഖ്യമന്ത്രി തന്നെ തന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? നിങ്ങളതിനകത്ത് പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഇപ്പോൾ അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. അങ്ങ് തന്നെ നയിച്ച അമിത്ഷാക്കെതിരെയുള്ള ചർച്ച
ഞാനതിൽ അതിന് പങ്കെടുത്ത ആളാണ്. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എനിക്കും ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന ഫേസ്ബുക്കിന്റെ പോളിസിക്ക് എതിരാണെന്നുള്ള അർത്ഥത്തിലുള്ള ചില അറിയിപ്പുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നിലപാടില്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നിലപാടില്ല. പിന്നെ ഇപ്പോ ഇതിനകത്ത് ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്തപ്പ് വളരെ വ്യക്തമല്ലേ. ഇവിടെ അപ്രഖ്യാപിത സൈബർ അടിയന്തരാവസ്ഥയാണെന്ന് പറയുന്ന ആളുകൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിനെതിരെ പരാതി കൊടുത്ത ആളുകളാ, അതിൽ നീക്കം ചെയ്യാൻ ശ്രമിച്ച ആളുകളാ. ആ ഘട്ടത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു? ഇവിടെ കൃത്യമാണെന്നേ ഞങ്ങൾ പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിമർശിക്കപ്പെടണം. പക്ഷെ ആ വിമർശിക്കപ്പെടുന്ന കാര്യത്തിൽ അന്തസ്സുള്ള ഒരു വിമർശനം കേരളം അർഹിക്കുന്നുണ്ട്, അന്തസ്സുള്ള ഒരു പ്രതിപക്ഷത്തെയും കേരളം അർഹിക്കുന്നുണ്ട്. വിമർശനം എന്ന് പറയുന്നത് വ്യക്തിപരമായ അധിക്ഷേപമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ തന്നെ ഉദാഹരണം എടുത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം അടുപ്പമുള്ള ആളാണെങ്കിൽ അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന ആളാ. പക്ഷെ ഞാൻ നാളെ ഞാനൊരു ക്രൈം ചെയ്താൽ വി.ഡി. സതീശനാണോ അതിന്റെ ഉത്തരവാദി? അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്രൈം ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്ക്. ശരി, ക്രൈം ചെയ്തതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നില്ല, പ്രതിപക്ഷവും പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം അങ്ങനെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ പങ്കുണ്ട് എന്ന രൂപത്തിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നില്ല, പക്ഷെ ആ ബന്ധം അയാൾ ഉപയോഗിച്ചു എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു. ശരി, അതിന്റെ പ്രശ്നം പറയൂ. അല്ല അതിന്റെ പ്രശ്നം സ്മൃതി ഒരു വാചകം മാത്രം ചൂണ്ടിക്കാണിക്കട്ടെ. അതിന്റെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തോ ചുമതല വഹിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള അർത്ഥത്തിൽ വന്നതിനകത്താണ് പ്രശ്നം. ശരി, അയാൾക്കൊരു സോഷ്യൽ മീഡിയയിൽ അയാൾക്കൊരു പേജ് ഉണ്ട്, അത് വി.ഡി. സതീശൻ എന്നുള്ള പേജിൽ തന്നെയാണ്. അത് ഈ പറഞ്ഞ മാതിരി ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ പേജ് അല്ല, ഔദ്യോഗികമായിട്ടായിരിക്കില്ല. പക്ഷേ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ പേജ് ഇയാൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ? പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പോരാളി ഷാജി എന്ന പേരിൽ CPM പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേജിന്റെ ഉത്തരവാദിത്വം CPM ഉണ്ടോ? കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് ഈ പറയുന്ന പല ആളുകളെ കുറിച്ച് ഫോളോവേഴ്സ് എന്നൊരു പേജ് ഉണ്ട്, എനിക്ക് പോലും ഉണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടിട്ടുള്ളതല്ല. അപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം പേജുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹം ഔദ്യോഗികമായി അസൈൻ ചെയ്തിട്ടുള്ള അല്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. അതിന് പകരം മുഖ്യമന്ത്രി എന്തോ ചുമതല ഏൽപ്പിച്ച മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഉള്ള വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നേ ഞങ്ങൾ ശരി. അതിലപ്പുറം എനിക്ക് VR അനൂപ് അറിയേണ്ടത്, നിങ്ങൾക്ക് ഈ സംഭവങ്ങളിൽ നിങ്ങൾക്കുള്ള ആശങ്ക എത്രത്തോളമാണ്, കോൺഗ്രസിനുള്ള ആശങ്ക എത്രത്തോളമാണ്? കാരണം വാർത്തയാണല്ലോ ഇവിടെ നീക്കം ചെയ്യപ്പെടുന്നത്, അത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് എന്ന് നിങ്ങൾ ദേശീയ തലത്തിൽ പറയുന്നു. സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താണ് ഉണ്ടാകാത്തതാനു? ഇന്ന് തന്നെ മുഖ്യമന്ത്രി ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ മാത്രം വിശദീകരിക്കാനുള്ള ഒരു കാര്യമല്ലല്ലോ ഇത് അസ്വാഭാവികമായി ഇങ്ങനെ കുറച്ചു ദിവസങ്ങളായി സംഭവിക്കുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടതാണല്ലോ. അതിനകത്ത് ഈ പറയുന്ന മീഡിയ സെൻസർഷിപ്പിനകത്ത് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ലെന്നേ. പിന്നെ നേരത്തെ പറഞ്ഞൊരു നിലപാട് ഞങ്ങൾക്കുണ്ട്. വിമർശനങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നുണപ്രചരണങ്ങളെ രണ്ടായി കാണണം. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നയപരമായ കാര്യത്തിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറയാം, അത് പറഞ്ഞിട്ടുള്ള ആളാണെന്ന് ഞാൻ. പക്ഷെ അത് ഈ പറയുന്ന വിമർശനവും വ്യക്തിഹത്യവും അല്ല. ഈ പറയുന്നതിനകത്ത് അദ്ദേഹം ഒരു വെള്ളപ്പൊക്കത്തിൽ പോകുമ്പോൾ അദ്ദേഹം ആവോലി കഴിക്കുകയാണെന്നുള്ള അർത്ഥത്തിലുള്ള വിമർശനങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, കേരളം അന്തസ്സായ ഒരു വിമർശനം അറിയിക്കുന്നുണ്ട്, വി.ഡി. സതീശൻ അന്തസ്സായ വിമർശനം അറിയിക്കുന്നുണ്ട്, അന്തസ്സുള്ള പ്രതിപക്ഷത്തെയും വി.ഡി. സതീശൻ അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് നയപരമായ കാര്യങ്ങൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.